വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കരിയർ റീഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ഓരോ കാർഡുകൾ റിവീൽ ചെയ്ത് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. അത് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി വന്നിരിക്കുന്നത് ദ ഹെർമറ്റ് കാർഡാണ്. ഇതൊരു മേജർ അർക്കാന കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്കിപ്പോൾ പകർന്നു കൊടുക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ വളരാൻ സഹായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു വെളിച്ചമാകാനും ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെ വെളിച്ചമാകുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും പുതിയ അറിവുകൾ നേടാൻ അവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരെയും ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതേസമയം ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലുമാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി കാണിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു കാർഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതെന്താ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അത് വന്നിരിക്കുന്നത് ദ ഡെത്ത് കാർഡാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ കരിയറിൽ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പഴയ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോബിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ പാസ്റ്റ് കാണിക്കുന്നത്. പ്രസൻ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അത് വന്നിരിക്കുന്നത് ദ ടെമ്പറൻസ് കാർഡാണ്. അതും ഒരു മേജർ അർക്കാന കാർഡാണ്. അതായത് നിങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തതയോടെയും വളരെ ബാലൻസ് ചെയ്താണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുടെ കരിയർ അത് വെച്ച് നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ കാര്യങ്ങൾ ഇമോഷണലി ബാലൻസ് ചെയ്യുന്നുണ്ട്. ദീർഘവീക്ഷണമുണ്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിലും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശാന്തതയുമുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതാണ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ. ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഞാനൊരു കാർഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആ കാർഡ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അതായത് അതും ഒരു മേജർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് സക്സസ്സും അൺഎക്സ്പെക്റ്റഡ് ഹാപ്പിനെസ്സും ഉണ്ടാകുന്നതാണ്. അതിലൊരു പക്ഷേ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാകുകയോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുകയോ ഇൻക്രിമെൻ്റ് ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഭാഗ്യചക്രം നിങ്ങളുടെ കൂടെയാണെന്ന് പറയാം. അങ്ങനെ ഒരു ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കരിയറിൽ കാണിക്കുന്നത്. വളരെ നല്ലൊരു കാർഡാണ്. ഇത് മൂന്നും മേജർ അർക്കാന കാർഡുകളാണ്. വളരെ നല്ലൊരു സിമ്പലാണ് നിങ്ങളുടെ കരിയറിൽ കാണിക്കുന്നത്. നമ്മൾക്കിനി അടുത്തത് വന്ന് നോക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് ചോദിച്ച് ഞാനൊരു കാർഡ് എടുക്കുമ്പോൾ വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ പുതിയ സ്കിൽസ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയോ കൂടുതൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ പഠിക്കുന്നത്. അതിന് മറ്റുള്ളവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിൽ ഒരു സോളിഡ് ഫൗണ്ടേഷനും ആകുന്നുണ്ട്. നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു കാർഡ് എടുത്ത് വെച്ചത്. അതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പുതിയ സ്കിൽസ് പഠിക്കുന്നുണ്ട്. അത് ഒന്നും കൂടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങളുടെ ഭയങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ഞാനൊരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോഴേ. പക്ഷേ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ട്. എന്ത് ചെയ്യണം, അത് ഞാൻ പഠിച്ചാൽ എനിക്ക് നല്ല ഇൻക്രിമെൻറ്റ് കിട്ടുമോ, കരിയറിലെ ഗ്രോത്ത് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് പഠിക്കണമോ വേണ്ടായോ. അതായത് ഒരു ക്രോസ് റോഡിലാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അത് പഠിച്ചത് കൊണ്ട് മെച്ചപ്പെടും ഉണ്ടാകുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഫിയർ എന്ന് പറയുന്നത്. ഞാനൊരു കാർഡ് എടുത്തപ്പോൾ വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിയാൽ അത് പഠിക്കുക. പഠിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. എന്നാലേ നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ സർക്കംസ്റ്റൻസിലൊക്കെ വരുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഉദ്ദേശിച്ചതുപോലെ നമ്മളുടെ ഒരു കരിയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയും
നമ്മൾക്കത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ക്രോസ് റോഡിലാണെങ്കിൽ തന്നെയും ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. ആ പുതിയ സ്കിൽസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാണ്. ഇൻ ലോങ് ടേമിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കാർഡ് എന്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആ കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കണം, ജോബിൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. പക്ഷേങ്കിൽ ഓൾ ഓഫ് എ സഡൻ അങ്ങനെ എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. കാരണം നമ്മൾ ഒരു ജോലിയിലിരിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് അത് ഡിസിപ്ലിനിലായിട്ടോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ലേ നമ്മൾക്കെല്ലാം ഒരു സക്സസ്സിലെത്താൻ സാധിക്കുന്നത്. പക്ഷെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുകയും അതിൽ നല്ല ഒരു ലക്ഷ്യത്തിലെത്താനും അതൊരു സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഓവറോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിലെ സ്റ്റാർട്ടിങ് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ജോബിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ വരുന്നു. പിന്നെ അതിനെയെല്ലാം ദീർഘവീക്ഷണത്തോടെയും ശാന്തതയോടെയും ഇമോഷണലിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ വരുന്നു. അത് കരിയർ ചേഞ്ച് ആകാം, പ്രൊമോഷനാകാം, എന്തെങ്കിലും ആകാം. ഇത് മൂന്നും ഒരു 4 മേജർ അർക്കാന കാർഡാണ്. കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതേസമയം നിങ്ങൾ ചില സമയം ഒരു സോളിറ്റ്യൂഡിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടാണ്. അതേപോലെ പുതിയ സ്കിൽസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ സ്കിൽസ് പഠിക്കുന്നുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം 2 ഡിസിഷനും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ കുറച്ചൊരു സ്റ്റാഗ്നേഷൻ പോലെ ആയി പോകുന്നുണ്ട്. അത് നിങ്ങളുടെ കുറ്റമല്ല. ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുകയും നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ കരിയറിലെ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇത് വളരെ നല്ല ഒരു റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിന് താങ്ക്സ് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.